മുതിരുന്നില്ല. ഇത് സാധാരണ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം അല്ല. വടകര സ്പെഷ്യൽ ആണ് എന്ന് ഞാൻ പറയും. 3 ദിവസം ഈ ആവേശം, ഇനിയുള്ള 3 ദിവസം ഈ ആവേശം ബൂത്ത് മാനേജ്മെന്റിലാണ് കാണിക്കേണ്ടത്. ബൂത്തിലെ വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ, വേറെ ജില്ലകളിലോ, പഠനാവശ്യത്തിന് വേറെ സംസ്ഥാനങ്ങളിലോ, ജോലി ആവശ്യത്തിന് വേറെ സംസ്ഥാനങ്ങളിലോ ഒക്കെ പോയവർ, കാരണം അവർക്ക് വരണമെങ്കിൽ നാളെയെങ്കിലും അവരോട് പറയേണ്ടി വരും. ഇപ്പം തന്നെ വൈകി. അപ്പോൾ മൊത്തം വോട്ടർ പട്ടികയിൽ എത്ര പേര് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നിൽ താഴ്ത്തി വെച്ചു. അതൊന്ന് ശ്രദ്ധിച്ച് അതിലെല്ലാവരും ഒന്ന് ഇടപെടുക. എല്ലാവരും ബന്ധവും പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരസ്പരം വിളിക്കുക. നമുക്ക് ഇത്രയും വലിയ സ്ട്രെങ്ത് ശരിക്കും വോട്ടിങ്ങിൽ എല്ലാ നിലക്കും കാണണം. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പോളിംഗ് കൂടണം. സാധാരണ ഉള്ളതിനേക്കാൾ നമ്മുടെ വോട്ട് പോളാവണം. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ലീഡ് ബൂത്തിൽ നിന്ന് വരണം. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ മൊത്തത്തിൽ പറയുന്നില്ല. ഈ നാടിൻ്റെ ഐക്യത്തെ കാക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതിനുവേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നമുക്കെതിരെയൊക്കെ എന്താ ചെയ്ത്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ ഒരു സർവേക്കാരെയും കണ്ടിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ വടകരക്കാരെ കണ്ട് വന്നതാണ്. എൻ്റെ ആത്മവിശ്വാസം അതാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് ഇപ്പോൾ ഈ രാത്രി, ഇപ്പോൾ സമയം എത്ര രാവിലെ 12:35 ഈ കൈക്കുഞ്ഞുങ്ങളും കൊണ്ട് നിങ്ങൾ ഇത്ര നേരം ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയുടെ തെളിവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് കാലത്തെ പരിചയമില്ല, ഉള്ള പരിചയം വെച്ച് ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും. അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒരു സെക്കൻഡ്, നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വരാൻ പോകുന്നേ ഉള്ളൂ. അതിലേക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമാക്കി നിങ്ങൾ ഒരുക്കി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും. ഇനി അതിൻ്റെ ഫിനിഷിംഗ് ആണ്. അടുത്ത 3 ദിവസം അതൊന്ന് വേണ്ട പോലെ നോക്കുമല്ലോ. ബന്ധത്തിലും പരിചയത്തിലും ഒക്കെ പറയേണ്ടടുത്തൊന്ന് പറയുമല്ലോ. ഫോൺ വിളിച്ചും നേരിട്ടും ചെയ്യുമല്ലോ. 26-ാം തീയതി രാവിലെ തന്നെ പോയി വോട്ടും ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ 4-ാം തീയതി നമ്മൾ ചിരിക്കും.